43 ഭാഗത്തായിരിക്കും. ഫിലിപ്പിനോട് പറയാണ്, നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ അവനെ ഞങ്ങൾ കണ്ടു. അവനെ ഞങ്ങൾ കണ്ടു. നസ്രായനായ ഈശോ. അപ്പോൾ നമ്മളും കാണണം. നമ്മൾ ബൈബിളിൽ ഏതെങ്കിലും ഒരു വാക്യം വായിച്ചാൽ പോരാ. ആ വാക്യം എന്ത് കാരണം കൊണ്ട് എഴുതി, എന്തിനു വേണ്ടി എഴുതി, എന്നെഴുതി, ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട്, സുവിശേഷ കേന്ദ്രീകൃതം. അപ്പോ ഈ യേശു ക്രിസ്തു വന്നിട്ട് നൽകിയ ഈ സന്ദേശത്തെയാണ് സുവിശേഷം എന്ന് പറയുന്നത്. അത് അന്ന് വരെ പറഞ്ഞിരുന്ന വിശേഷത്തിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇപ്പൊ നമ്മൾ കേട്ടല്ലോ. കണ്ണിനു പകരം കണ്ണല്ല, പല്ലിനു പകരം പല്ലല്ല. കണ്ണിനു പകരം കണ്ണല്ല, പല്ലിനു പകരം പല്ലല്ല. സ്നേഹമാകും ആയുധത്താൽ വൈരിയെ നേടാം. താതനേറ്റം ഇഷ്ടമുള്ള മക്കളായിടാം, ഒന്നായി ചേർന്നു മാടിടാം. ഇനി നമ്മൾ ഈ യേശു വന്ന് യേശുവിൻ്റെ രാജ്യം നമുക്ക് നൽകി, ആ രാജ്യത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ് നമ്മൾ. എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ജ്ഞാനസ്നാനം. പക്ഷേ ആ ജ്ഞാനത്തിന്റെ ചെപ്പ് തുറന്നിട്ടില്ല. ആ ജ്ഞാനത്തിന്റെ നിധി ഇപ്പോഴും നമ്മളിൽ തുറന്നിട്ടില്ല. ഒന്ന് ഇന്നത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്താ നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ സമുദായം? നമ്മൾ ഓരോരുത്തരും തന്നെ നോക്ക്. നമ്മൾ പറയും, അവരുടെ വീട്ടിലെ മാമോദീസ ഉണ്ടോ, നമ്മൾ പോകണം, കാരണം നമ്മുടെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് വന്നതാ. ഒരു വളയോ മോതിരമൊക്കെ കൊടുക്കണം, കാരണം അവർ നമ്മുടെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് വള തന്നതാണ്. മറ്റു അവിടെ പോകണോട്ടോ, അവർ നമ്മുടെ ജാതിയൊന്നും അല്ലെങ്കിലും അവർ ദീപാവലിക്കും ഓണത്തിനൊക്കെ നമ്മുടെ വീട്ടിൽ പലഹാരം കൊണ്ടുവന്ന് തരുന്നത്. അതുകൊണ്ട് നമ്മൾ ക്രിസ്മസിനും അവർക്ക് പലഹാരം കൊടുക്കണം, ഇല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യണേ? അതായത് നമ്മൾക്ക് തരുന്നവർക്ക് നമ്മളും കൊടുക്കണം. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കണം. എൻ്റെ ഈ മൗനം നിങ്ങളോട് വല്ലതും സംസാരിക്കുന്നുണ്ടോ? ഇതല്ല ഈശോ ഉദ്ദേശിച്ച ദൈവരാജ്യം. ദൈവരാജ്യം എന്തുകൊണ്ടാ പടരാത്തത്? ദൈവരാജ്യം പടരാത്തത് നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആ ഒരു സർക്കിളിൽ, ആ ഒരു വട്ടത്തിൽ മാത്രമാണ്. ദൈവരാജ്യം പടരണമെങ്കിൽ മഹാത്മാഗാന്ധി, മദർ തെരേസ, ഇവരെല്ലാം എന്ത് ചെയ്തു? അവരെ സ്നേഹിക്കാത്തവരെ, അവരെ വെറുക്കുന്നവരെ അവരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. ദൈവരാജ്യത്തിന് അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള ശക്തിയുണ്ട്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ ശക്തിയുടെ ഒരു പ്രവാഹമായിട്ട് നമ്മൾ മാറും. നമ്മളെ ശത്രുത പുലർത്തുന്ന ആ വ്യക്തിയെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രസരണത്തിലൂടെ ആ ശത്രുത അകറ്റുന്ന, അന്ധകാരം അകറ്റും. നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മൾ ആ സാഹചര്യത്തെ കർത്താവിന് കൊടുക്കുക. ഈശോ പറഞ്ഞു, നീ ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. ഏത് മല? എന്ത് മല? ആ വെറുപ്പിന്റെ മല,
അസമാധാനത്തിൻ്റെ മല, ആ കുടുംബ പ്രശ്നങ്ങളുടെ മല, ആ ജീവിതത്തിൻ്റെ തകർച്ചയുടെ മല മാറ്റാൻ നമ്മുടെ വിശ്വാസത്തിന് കരുത്തുണ്ട്, ശക്തിയുണ്ട്. എന്നാൽ ആ കരുത്ത് നമ്മുടെ മസിൽ പവർ കൊണ്ടല്ല, നമ്മളുടെ ശാരീരികമായ ശക്തി കൊണ്ടല്ല, നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹ പറഞ്ഞു, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 31-ാമത്തെ വചനത്തിൽ പറയുന്നത്, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഒന്നെല്ലാവരും പറഞ്ഞ്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അപ്പൊ ദൈവം നമ്മുടെ പക്ഷത്ത് ഉണ്ട്, ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ ആ ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ ഒഴുകണമെങ്കിൽ നമുക്ക് ഈ ഒരു തുറവി ഉണ്ടായാൽ മതി. ദൈവരാജ്യം എന്നത് ആ പഴയ നിയമത്തിലെ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയല്ല, ദൈവനീതിയാണ്. അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പല്ലിന് പകരം പല്ലല്ല, കണ്ണിന് പകരം കണ്ണല്ല, പല്ലിനു പകരം പല്ലല്ല, കണ്ണിനു പകരം കണ്ണല്ല, പല്ലിനു പകരം പല്ലല്ല, സ്നേഹമാകും ആയുധത്താൽ വൈരിയെ നേടാം, താതനേറ്റം ഇഷ്ടമുള്ള മക്കളായിടാം, ഒന്നായി ചേർന്നു മാറിയിടാം. ഒരു നിമിഷം കണ്ണടച്ച് പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിൽ ആ ദൈവസ്നേഹം ഒഴുക്കണമേ. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിൽ ആ ദൈവസ്നേഹം ഒഴുക്കണമേ. എൻ്റെ ഹൃദയത്തിൽ ആ ദൈവനീതി ഒഴുക്കണമേ. പരിശുദ്ധാത്മാവേ, ശത്രുക്കളെ സ്നേഹിക്കുന്ന നീതി ഒഴുക്കണമേ. എന്നെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കുന്ന ആ നീതി ഒഴുക്കണമേ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, നിറയണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണോ? ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ? ഒന്ന് എഴുന്നേറ്റ് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച്, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. ദൈവ സ്നേഹം ചൊരിയണമേ, സ്നേഹം ചൊരിയണമേ, സ്നേഹം ചൊരിയണം, സ്നേഹം ചൊരിയണമേ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം, ഇരിക്കാം. കുറച്ച് മുന്നോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. എല്ലാവരും ഇത്തിരി മുന്നോട്ട് കയറിയിരിക്കാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പ്രൈസ് ദി ലോർഡ്. നന്നായി, ഗുഡ്. പ്രൈസ് ദി ലോർഡ്. നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ്, ശ്ലീഹ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഇസ്രായേലിൻ തീക്ഷ്ണൻ ശാമൂലിനെയാ നാഥൻ പരിചിൽ നേടി,
മാതൃക നൽകാൻ ശാവോലം നാഴ്യോധൻ നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ മിശിഹായവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. ഒരു നിമിഷം നമ്മുടെ ഉള്ളിൽ മനസ്സിൽ നമ്മളോട് വെറുപ്പുള്ള ഒരാളെ ഒന്ന് കാണുക. ചിന്തയിൽ നമ്മൾക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ഒരാളെ ഒന്ന് മനസ്സിൽ കാണുക. നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ പുതിയ നിയമം, ഈശോയെ, ഞാൻ പുതിയ നിയമത്തിൽ എന്നിൽ യേശു ഉണ്ട്. ആ യേശു ഈ പുതിയ സ്നേഹം എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത്. മോശയുടെ നാമത്തിലോ പ്രവാചകന്മാരുടെ നാമത്തിലോ അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാം സന്തോഷമായിരിക്കും അവർക്ക് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. എനിക്ക് പറ്റുന്നില്ല, പക്ഷേ യേശു നൽകുന്ന ഈ പ്രസാദവരത്തിലൂടെ എനിക്ക് പറ്റും. യേശു കൊണ്ടുവന്നിരിക്കുന്നത് ശത്രുക്കളെ മിത്രമാക്കുന്ന ഒന്നാണ്. യേശു നമുക്ക് നൽകിയിരിക്കുന്നത് പുതിയ ഉടമ്പടിയാണ്. നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്നേഹിക്കുക. യേശു പറഞ്ഞിരിക്കുന്നത് സ്നേഹിക്കാനാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഈശോ കുരിശിൽ അതിനുതകുന്ന ഒരു സ്നേഹം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് വിശുദ്ധ കുർബാനയിലൂടെയും കൂദാശകളിലൂടെയും നമ്മിലേക്ക് ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഒരു പെട്ടെന്നുള്ള ഒരു നോട്ടമാണ്, ഒരു ആകത്തുകയാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇതാണ്. പഴയ നിയമം മുഴുവനും വരാനിരിക്കുന്ന ഈ പുതിയ രാജ്യത്തെക്കുറിച്ചാണ് പ്രഘോഷിക്കുന്നത്. അതിൻ്റെ വിസ്മയനീയതയും അതിൻ്റെ പല കാര്യങ്ങളുമാണ് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞു, ആ പഴയ വീഞ്ഞ് തീർന്നു, ഇനി പുതിയ വീഞ്ഞാണ്. അതാണ് യേശു വന്നിരിക്കുന്നതിൻ്റെ അർത്ഥം. ഈശോ വന്നിട്ട് പറഞ്ഞതാണ്, ഇതാ സമയം സമാഗതമായിരിക്കുന്നു. എന്തിൻ്റെ സമയം? ഈ പഴയത് അവസാനിച്ചു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് ഈ സ്വർഗരാജ്യം? ദൈവത്തിൻ്റെ നീതിയുടെ രാജ്യം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ രാജ്യം, സകലർക്കും വിമോചനം കൊടുക്കുന്ന രാജ്യം, സകലരുടെയും പാപവും പാപത്തിൻ്റെ ശിക്ഷയും യേശുക്രിസ്തു കുരിശിൽ ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് പറയാണ്, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ആ പുളിമാവിലല്ല ഇനി വിശ്വസിക്കേണ്ടത്. ഇതാ പുതിയൊരു സന്ദേശം, സുവിശേഷം. സുവിശേഷത്തിൽ വിശ്വസിക്കുക. അത് വേറൊരു രഹസ്യമാണത്.
പല സ്ഥലത്ത് യേശു പറയുന്നുണ്ട്, രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാകുന്നതാകും. ഇതുവരെ പ്രഘോഷിച്ചതൊന്നും, യേശു വരുന്നത് വരെ പ്രഘോഷിച്ചതൊന്നും ദൈവരാജ്യത്തിന്റെ സുവിശേഷമല്ല. കാരണം യേശുവിലൂടെ മാത്രമേ പാപമോചനം ഉള്ളൂ. യേശുവിലൂടെ മാത്രമേ ദൈവത്തിന്റെ നീതിയെ ഒഴുക്കാൻ സാധിക്കുകയുള്ളൂ. വേറൊരാളും മനുഷ്യരുടെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തിട്ടില്ല, ചെയ്യാൻ ദൈവം അയച്ചിട്ടില്ല. അപ്പൊ അന്ന് വരെ രണ്ട് നീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ദൈവനീതിയും മറ്റൊന്ന് മനുഷ്യനീതി. അന്ന് വരെ യഹൂദരും ഫരിസേയരും നിയമജ്ഞരും മനുഷ്യനീതിയെ അനുസരിച്ച്, എന്താ മനുഷ്യനീതി എന്ന് പറയുന്നത്? അവൻ തെറ്റാ ചെയ്തത്, അവൻ പാപമാണ് ചെയ്തത്, അതുകൊണ്ട് അവനെ ശിക്ഷിക്കണം. അങ്ങനെ പാപം ചെയ്തവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കുക. അതാണ് പോലീസ് ചെയ്യുന്നത്. അത് മനുഷ്യന്റെ നീതിയാണ്, ദൈവനീതി അല്ല. എന്താ ദൈവനീതി? ദൈവനീതിയാണ് ഈശോ പറയുന്നത്, പാപം ചെയ്യുന്നവരെ അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് വേണ്ടി ജീവൻ നൽകി രക്ഷിക്കുന്നതാണ് ദൈവനീതി. പ്രൈസ് ദി ലോർഡ്. അതെല്ലാവരും പറഞ്ഞേ, പാപം ചെയ്യുന്നവരെ അന്വേഷിച്ച് കണ്ടെത്തി അവർക്ക് വേണ്ടി എന്റെ ജീവൻ നൽകി രക്ഷിക്കും. വ്യത്യാസം മനസ്സിലായോ? ഇപ്പൊ ഇവിടെ അമ്മമാരെത്ര പേരുണ്ടെന്ന് കൈവക്കിയ അമ്മമാര്? മിക്കവാറും എല്ലാവരും അമ്മമാരാ. നിങ്ങൾ കൈവക്കണ്ട. അമ്മമാരോടായിട്ടാണ് ആദ്യം. അപ്പന്മാരോട് ചോദ്യമുണ്ട്, പക്ഷെ ആദ്യം ഉത്തരം അമ്മമാര്, പിന്നെ അപ്പന്മാര് ഉത്തരം പറയണം. നിങ്ങളുടെ മകൻ, ഒരു 15-20 വയസ്സായ മകൻ, അവനൊരു തെറ്റ് ചെയ്തു, പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. അവൻ ചെയ്തത് വലിയ തെറ്റാ. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. അവൻ ഇനി എത്ര നാള് ജയിലിൽ കിടക്കും എന്നുള്ളതിന് ഒരു അറിവുമില്ല. അവൻ ജയിലിലാണിപ്പോ. അമ്മമാരെ, എന്തു വേണം നിങ്ങളുടെ മകനെ? അവനെ ശിക്ഷിക്കണോ അതോ ശിക്ഷിക്കാണ്ട് വെറുതെ വിടണോ? ഒന്ന് പറഞ്ഞേ. ശിക്ഷിക്കണം, രക്ഷിക്കണം. രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവനെ ശിക്ഷിക്കാതെ വെറുതെ വിടണം എന്ന്. അവനെ, അയ്യോ എൻ്റെ മോനാണ്, അവൻ അങ്ങനെ തെറ്റ് ചെയ്തു പോയി, അവനെ ശിക്ഷിക്കല്ലേ, അവനെ വെറുതെ വിടണം, ഇങ്ങനെയുള്ള മനോഭാവമുള്ളവരൊന്ന് കൈവക്കിയേ. അങ്ങനെയുള്ള അമ്മമാരൊന്ന് കൈവക്കിയേ. എൻ്റെ കർത്താവേ, ഇവിടെ ആകെ 4 അമ്മയാണല്ലോ ഉള്ളൂ. അതാണ് പുതിയ നിയമം. ഇനി ഇല്ല, അവൻ തെറ്റല്ലേ ചെയ്തത്, അതുകൊണ്ട് അവനെ കുറച്ചു നാൾ അവിടെ കിടക്കട്ടെ, അവനൊന്ന് ശിക്ഷിക്കണം എന്നുള്ള അഭിപ്രായമുള്ള അമ്മമാരൊന്ന് കൈവക്കിയേ. അപ്പോഴാരുമില്ല കേട്ടോ, കാല് മാറിയോ? അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പോഴും പഴയ നിയമത്തിൽ തന്നെയാണ്. ഞാൻ സാധാരണ അമ്മമാരെല്ലാം കൈവക്കാറുള്ളതാണ്, അയ്യോ എൻ്റെ മോനെ ശിക്ഷിക്കണ്ടേ. അപ്പന്മാരാണ് പിന്നെയും പറയണത്, ഇല്ലില്ല അവനവിടെ കിടക്കട്ടെ കുറച്ച് ദിവസം, അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവനൊന്ന് പഠിക്കണം. എന്താ അപ്പന്മാർ? അവനെ വെറുതെ വിടണം, അവൻ്റെ മേൽ കരുണയായിരിക്കണം, അവനെ ശിക്ഷിക്കാതെ വെറുതെ വിടണം എന്നുള്ള അഭിപ്രായമുള്ള അപ്പന്മാരെന്ന് കൈവക്കിയേ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് അപ്പന്മാർ കൈവക്കി. ഇതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ ഏത് രാജ്യത്തായി ഇപ്പൊ പറയും? നമ്മളിപ്പോഴും ഒന്നുള്ളതിനെ എന്താണ്? ഒലക്ക. താങ്ക് യു.
കണ്ട എൻ്റെ നാവിന്നത് വരാൻ തന്നെ കർത്താവ് സമ്മതിക്കില്ലാത്ത പൈത കണ്ടോ. ഒന്നുള്ളതിനെ ഒലക്ക കൊണ്ട് അടിക്കണം. അവൻ തെറ്റ് ചെയ്ത് അവൻ അടിക്കണം. അവന് 2 പിള്ളേരായ ഒന്ന് അടിച്ച് വളർത്തിയാലേ അവർ ശരിയാവുള്ളൂ. ഇതല്ലേ നമ്മളുടെ സിദ്ധാന്തം. നമ്മളങ്ങനെ അടിക്കണമില്ലേ? അടിച്ചു കഴിയുമ്പോൾ ശരിയാവണുണ്ട് താനും കുറച്ചൊക്കെ. പക്ഷെ അങ്ങനെ ശരിയാവണത് കൊണ്ടല്ല മനുഷ്യൻ നന്നാവുന്നത്. ഈ മനോഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനി അല്ല. സോറി, എന്നോട് ക്ഷമിക്കണം, നമ്മൾ ക്രിസ്ത്യാനി അല്ല കേട്ടോ. തല്ലിന് പകരം തല്ലല്ല. അവനെന്ത് ചെയ്യും? അവന് അടി കിട്ടി 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 കുറച്ച് നാൾ കഴിയുമ്പോൾ അവനും അടിക്കണവനായി മാറുന്നു. പണ്ടൊരു ധ്യാനത്തിൽ ഞാനിതെല്ലാം പറയുമ്പോൾ ഒരു അമ്മാമ്മ വന്നിട്ട് സാക്ഷ്യപ്പെടുത്തിയതാ, അയ്യോ എൻ്റെ മക്കളെ ഞാൻ എനിക്കൊരു മകനെ ഉണ്ടായുള്ളൂ, അവന് ഞാൻ ഒന്നുള്ളതിനെ ഒലക്ക കൊണ്ട് അടിക്കണമെന്നല്ലേ പറഞ്ഞേക്കണം. അതുകൊണ്ട് അടിച്ച് ഒരിക്കൽ അപ്പനൊരു കോപ്പ കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ പോയില്ല. ഞാൻ ചൂലെടുത്തുകൊണ്ട് അടിച്ചടിച്ച് അതിൻ്റെ ഈർക്കലി മുഴുവൻ ഒടിയുന്നത് വരെ അടിച്ച് അവിടം വരെ കൊണ്ടുപോയി കൊടുപ്പിച്ചു. എന്നാൽ അവിടം വരെ അമ്മയ്ക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു. കണ്ടോ, അന്ന് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചു വന്ന അമ്മച്ചിയായിരിക്കും ഇത്. ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്നിട്ട് പറയാണ്, ഇപ്പോൾ അവൻ കല്യാണം കഴിച്ചു, അവൻ്റെ മക്കളായപ്പോൾ അവൻ ഒന്നല്ല അവന് 4 മക്കളുടെ 4നെയും അവൻ ഇതുപോലെ അടിക്കണം. എവിടെയാ ദൈവസ്നേഹം? എവിടെയാ ദൈവരാജ്യം? അപ്പോൾ നമ്മുടെ ദൈവരാജ്യം എന്ന് പറയുന്നത് സ്നേഹത്തിലൂടെ, സ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ, ദൈവത്തിൻ്റെ ബലത്തിലൂടെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ പാപമുണ്ട്. ഇത് ആരുടെ കുറ്റമാണ്? നമ്മളിൽ പാപമുണ്ടായത് ആരുടെ കുറ്റമാണ്? ഈശോ പറഞ്ഞു, അണലി സന്തതികളെ, നിങ്ങൾക്ക് എങ്ങനെ നന്മ ചെയ്യാൻ കഴിയും? നിങ്ങൾ പാപികളായിരിക്കെ എങ്ങനെ നന്മ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതിൻ്റെ നിഗൂഢ അർത്ഥം നമ്മൾ കേൾക്കുമ്പോൾ അണലി സന്തതികളെ എന്ന് പറയുമ്പോൾ നമ്മളെ ദേഷ്യപ്പെട്ട് പറയണമാതിരിയാ തോന്നണേ. പക്ഷേ ഈ ബൈബിളിലെ പല പദങ്ങൾക്കും അർത്ഥം നമ്മുടെ സംസ്കാരാർത്ഥമല്ല അതിൻ്റെ അർത്ഥം. തമിഴ് ബൈബിളിൽ ഞാനത് കേട്ടപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായത്. തമിഴ് ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, അണലിപ്പാമ്പിൻ പൈതങ്ങളെ. അർത്ഥം വ്യത്യാസം വന്ന മാതിരി തോന്നുന്നുണ്ടോ? അണലി സന്തതികളെ എന്ന് പറയണതും നമ്മുടെ മലയാളത്തിൽ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ധ്വനിയും അണലിപ്പാമ്പിൻ പൈതങ്ങളെ എന്ന് പറയുന്നതും തമ്മിൽ നമുക്കൊരു ധ്വനിക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? അതാ ഈശോ പറഞ്ഞത്, അണലിപ്പാമ്പിൻ കുഞ്ഞുങ്ങളിൽ വിഷം വന്നത് അവരുടെ കുറ്റമാണോ? ആ പാമ്പ് കുഞ്ഞുങ്ങളുടെ കുറ്റമാണോ? അപ്പൊ നമ്മൾ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതികളെക്കുറിച്ചും പഠിക്കുന്നതോടൊപ്പം തന്നെ പാപത്തെക്കുറിച്ചും പാപം എങ്ങനെ ഉണ്ടായി എന്നതും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവരിലും പാപമുണ്ടായത് ഒരാളുടെ പാപം മൂലമാണ്. ആദം ചെയ്ത പാപം മൂലമാണ് എല്ലാവരിലും പാപമുണ്ടായത്. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 15-17 നോക്കിയേ. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനം വായിച്ചു നോക്കുക. ഒരു മനുഷ്യൻ മൂലം അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപ ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിന്റെയും 15 എന്ന് പറയുന്നത് 15. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം.
ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ. ഒന്നെല്ലാവരും കരം ഉയർത്തിയേറ്റ് പറഞ്ഞ്, ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവന്റെ പാപത്തിൽ നിന്നുളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിന്റെ ഫലമായി ഉണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ അതങ്ങ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ആദം എന്ന ഒരു മനുഷ്യൻ മൂലമാണ് ലോകം മുഴുവനിലുമുള്ള സകല പാപവും ഉണ്ടായത്. അത് നമ്മൾ ആരുടെയോ നമ്മുടെ മക്കളുടെയോ തെറ്റല്ല. ഇത് വിശ്വസിക്കുന്നുവോ? അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വന്നിട്ട് ഈ ആദത്തിന്റെ പാപം യേശു തന്റെ മേൽ ഏറ്റെടുത്തു. എല്ലാ മനുഷ്യരുടെയും പാപം യേശു തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരം ചെയ്തു. അതിന് പരിഹാരം ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരെയും യേശുക്രിസ്തുവിന്റെ കൃപയിലൂടെ നീതീകരിച്ച് വെറുതെ വിട്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ചില അപ്പന്മാരും ചില അമ്മമാരും പറഞ്ഞതെന്താ? അയ്യോ, എൻ്റെ മോനെ ശിക്ഷിക്കല്ലേ, അവരെ വെറുതെ വിടണേ, അവൻ തെറ്റ് ചെയ്തു പോയെങ്കിലും അതിന് എന്ത് പഴ വേണമെങ്കിലും ഞാൻ അടച്ചോളാം, ഇതെന്റെ താലിമാല കൊണ്ടുപോയിട്ട് നിങ്ങൾ അവന് മോചനദ്രവ്യം കൊടുക്കും. എന്ത് കൊടുക്കാൻ? അവനെ മോചനദ്രവ്യം കൊടുത്ത് അവന് പുറത്തിറക്കി കൊണ്ടുപോവാ. അതാണ് സുവിശേഷത്തിൽ പറയുന്നത്. ദൈവപിതാവ് തന്റെ മകനെ മോചനദ്രവ്യമായി നൽകിക്കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. യേശുക്രിസ്തു കുരിശിനാൽ, തന്റെ വിശുദ്ധ കുരിശിനാൽ നമ്മെ വീണ്ടെടുത്തു. ഒന്നാം സ്ഥലം. നമ്മൾ കുരിശിന്റെ വഴിയിൽ പ്രാർത്ഥിക്കണില്ലേ? പക്ഷെ ഇതൊക്കെ പറയാനുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതുമായിട്ടൊരു ബന്ധം എന്താണെന്നല്ല. എടാ, നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ വെട്ടും, നീ പാവിയാണ്, നിന്നെ ഞാൻ കല്ലെറിയും. ഇതാണ് ഇപ്പോഴും ഉള്ള നമ്മുടെ അവസ്ഥ. ഇതേതവസ്ഥയാ? അന്ന് ഫരിസേയരും നിയമജ്ഞരും പാപികളെ കല്ലെറിഞ്ഞ അവസ്ഥ തന്നെ. അപ്പൊ പിന്നെ യേശുക്രിസ്തു എന്ത് ചെയ്തു ഇതിനിടയ്ക്ക്? എന്തുകൊണ്ടാ നമുക്കത് അനുഭവമില്ലാത്തത്? നമ്മൾ ഇന്നും ഒരു ഫരിസേയനാണ്. എന്താ ഫരിസേയർ ചെയ്യുന്നത്? മോശയുടെ നിയമപ്രകാരം അത് തെറ്റാണ്. അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കണം, അന്വേഷിക്കണം. അന്വേഷിച്ച് കണ്ടുപിടിച്ച് കെട്ടണം, അടിക്കണം, കൊല്ലണം. ഒരു പാപിനിയായ സ്ത്രീയെ അവർ കണ്ടുപിടിച്ചു. അവൾ പാപം ചെയ്തുകൊണ്ടിരിക്കെ കണ്ടുപിടിച്ചിട്ട് അവളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്.
എന്താ പറയുന്നത്? ഇവളെ കൊല്ലണം. ഇപ്പൊ അവിടെ യേശു ഒരു വശത്ത്, പാപിനി ഒരു വശത്ത്, മറുവശത്ത് വലിയ വലിയ കല്ലുമായിട്ട് നിൽക്കുന്ന നിയമജ്ഞരും ഫരിസേയരും. ഒന്ന് ചിത്രം മനസ്സിൽ കാണുക. ഇവിടെ ആണ് നിയമവും പ്രവാചകന്മാരുമാണ് ഈ കല്ലെറിയാൻ വന്നിരിക്കുന്ന ഫരിസേയർ വാദിക്കുന്നത്. ഞങ്ങളുടെ നിയമപ്രകാരം ഇവളെ കൊല്ലണം, ഇവൾ പാപിനിയാണ്. ഇതാണ് മനുഷ്യനീതി. എന്നാൽ മറുവശത്ത് യേശു നിലത്തിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നും മിണ്ടുന്നില്ല. അതാണ് ദൈവനീതി. ഈ സ്ത്രീ ആരാണത്? അതാണ് വിമോചനം ആഗ്രഹിക്കുന്ന മനുഷ്യ സമുദായം മുഴുവനുമാണ് ഈ സ്ത്രീ. ആദത്തിന്റെ പാപം മൂലം പാപത്തിന്റെ വികലമായ അവസ്ഥ ഇന്നും തുടരുന്ന മാനവ സമൂഹമാണ് ആ സ്ത്രീ. ദൈവം ശിക്ഷയ്ക്ക് വിധിക്കാനല്ല വന്നതെന്ന് നമ്മൾ കേട്ടു. ദൈവം തന്റെ പുത്രനെ അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ മൂലം ലോകം രക്ഷ പ്രാപിക്കാൻ. അവൻ മൂലം എന്താ? അവൻ ജീവൻ നൽകിക്കൊണ്ട്. അവൻ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മരിക്കുമ്പോൾ തന്റെ ആത്മാവിന് നൽകുന്നതാണ് മരണം. യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ യേശു തന്റെ ആത്മാവിനെ പാപികൾക്ക് വേണ്ടി നൽകിയപ്പോൾ പാപം മൂലം മരിച്ച അവർക്ക് ജീവൻ കിട്ടുന്നു. പാപം മൂലം മരിക്കുന്ന മനുഷ്യന് പാപം മൂലമുള്ള ആ ആത്മീയ മരണത്തിൽ നിന്ന് അവന് സ്വയമേവ രക്ഷപ്പെടാൻ സാധ്യമല്ല. അതിനുവേണ്ടി ദൈവം തമ്പുരാൻ അതുപോലെയുള്ള ഒരു മനുഷ്യനായി വന്നുകൊണ്ട് അവന്റെ പാപത്തെ തന്റെ ശരീരത്തിൽ എടുത്ത് രക്തം വേർത്ത് വേദനിച്ച് മരിച്ച് തന്റെ ജീവൻ ആത്മസമർപ്പണം നൽകി ആ ആത്മീയ മനുഷ്യനിലുള്ള പാപവും മാറി അവന് പുതുജീവൻ കിട്ടി. ഇങ്ങനെ മാത്രമേ ഒരു മനുഷ്യനിൽ നിന്ന് പാപം മാറുകയുള്ളൂ. ഇതാണ് വാസ്തവത്തിൽ നിയമത്തിലും പ്രവാചകന്മാരിലും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് വന്നിട്ടില്ല. ആ പറഞ്ഞപ്പെട്ടിരിക്കുന്ന രക്ഷകൻ വന്നിട്ടില്ല. ആ രക്ഷകൻ വരുന്നത് വരെ എന്തൊരവസ്ഥയാണ്. എന്നാൽ ഇത് ആ രക്ഷകൻ വന്നിരിക്കുന്നു. ആ വന്നിരിക്കുന്ന അവസ്ഥയിൽ ഇവിടെ ഈ രണ്ടുപേരും യേശുവുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സംഭവത്തെ ഒന്ന് കാണുക. കല്ലെറിയാൻ വന്നിരിക്കുന്നവർ അവരും വലിയൊരു പാപം ചെയ്യാൻ പോവുകയാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് എഴുതിയ ആ നിയമത്തിൽ തന്നെയാണ് കൊല്ലരുത് എന്നും എഴുതിയിട്ടുള്ളതെങ്കിലും അത് കാണാൻ അവരുടെ കണ്ണ് അന്ധമാണ്. കാരണം അവരുടെ കണ്ണിൽ ഇപ്പം അവളുടെ പാപമാണ്, അവള് തെറ്റ് ചെയ്തിരിക്കുന്നു, അവളെ കൊല്ലണം. പക്ഷെ അവളെ കൊല്ലുക എന്ന് പറയുമ്പോൾ ഇവർ വലിയൊരു പാപം ചെയ്യാണെന്നുള്ളത് അവർ മനസ്സിലാക്കാത്ത അന്ധത അതാണ്. നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ ശൗലെന്നൊരുയൂതൻ നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ മിശിഹായവരിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. ഇത് കൃത്യം ഇപ്പൊ ഇവിടെ കാണാം കേട്ടോ. അപ്പൊ നിയമത്തെ മുറുക്കെ പിടിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ പാപമേ നമ്മൾ കാണുന്നുള്ളൂ. ദൈവത്തെയോ ദൈവത്തിന്റെ കരുണയെയോ കാണുന്നില്ല. ഇവിടെ ഇവർ നമ്മൾ മനസ്സിൽ കാണുക വലിയ കല്ലുകളാണ്. ആ കല്ലുകൊണ്ട് ഇവളെ ഇപ്പൊ കൊല്ലും അവർ. അങ്ങനെ വീര്യത്തോടെ ദേഷ്യത്തോടെ കോപത്തോടെ അവരങ്ങനെ നിൽക്കുമ്പോ ഈശോ നിലത്ത് എഴുതുന്നത് അവർ നോക്കാണ്. എന്തായിരുന്നിരിക്കാം അവിടെ എഴുതുന്നത്?
ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു സന്ദേശം അവിടെ എഴുതുന്നത് ഇതാണ്: ഞാനൊരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. യെശയ്യാ പ്രവചനത്തിലുള്ളൊരു വചനമാണ്. എന്നിൽ നിന്നും ഒരു പുതിയ നിയമം വരുന്നു, ദൈവത്തിന്റെ നീതി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഇവര് പറയാണ്, എനിക്ക് നിന്റെ നിയമമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ ഒരു നിയമമുണ്ട്, അത് മതി എന്ന് പറഞ്ഞ് അപ്പോഴും അവർ ആ നിയമത്തെ പിടിക്കുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, എന്നാ ശരി, കല്ലെറിഞ്ഞോ. പക്ഷെ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. കല്ലെറിഞ്ഞോ, എന്നാൽ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഈ വചനത്തിൽ യേശുവിൻ്റെ ഹൃദയത്തിൽ ഉള്ള ആ ദൈവനീതി, യേശു വന്നിരിക്കുന്നത് ദൈവനീതി നൽകാനാണെങ്കിൽ ആ ദൈവനീതി അല്ലാതെ യേശുവിന് ഒന്നും തരാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ കരുണാർദ്രമായ സ്നേഹം, ആ സ്നേഹവും കരുണയും നീതിയും അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു. അവർ അത്രയും നേരം കല്ലും എടുത്ത് അവളുടെ തിന്മയെ നോക്കിയിരുന്ന അവർ പെട്ടെന്ന്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പാപത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മാത്രമല്ല, ആ യേശുവിന്റെ കരുണാർദ്രമായ നീതി അവരെ സ്പർശിച്ചപ്പോൾ അവരുടെ കോപവും വാശിയും വൈരാഗ്യവും